ഗൈസ് രാവിലെ തന്നെ ഒരാൾക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ പോകണം. റോട്ടിൽ നോക്കിയപ്പോൾ ലേറ്റ് ഇട്ട് വെച്ചാൽ രാവിലെ ലേറ്റ് ഇട്ട് വെച്ചേക്കാണ്. ഇതാണ് ഇന്നലെ കണ്ട തോടിന്റെ ബാക്കി. ഇതാ നല്ല ഒഴുക്കണ്ട വെള്ളത്തിനൊക്കെ. പിന്നെ അതേ വീണ്ടും ലേറ്റ് ഇട്ട് വെച്ചാൽ അടുത്ത സ്ഥലത്ത്. അങ്ങനെ ബസ്സും വന്ന് നമ്മൾ ബസ്സിലും കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചാലക്കുടി എത്തി. ഇതാണ് നമ്മുടെ ചാലക്കുടി സ്റ്റാൻഡ്. പിന്നെ അതേ റോട്ടിലേക്ക് നോക്കിയപ്പോൾ മഴ കാരണം വെള്ളം കൂടി വരാട്ടെ റോട്ടിലൊക്കെ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് നമ്മൾ നടക്കാട്ടെ കാട്ടിക്കോടൊക്കെ നടക്കണ്ടേ. കാട്ടുമുക്കിലേക്കാണ് അവളുടെ വീട്. അങ്ങനെ നടക്കണ വഴിയിൽ ഒരു പൂവും കിട്ടി. അത് നമ്മൾ മോതിരാക്കി ഇട്ടു. പിന്നെ രണ്ട് ബിങ്കോയും രണ്ട് മഞ്ചൊക്കെ മേടിച്ചത് അവളുടെ വീട്ടിലേക്ക് വന്നിട്ട്. ഇതാണ് അവളുടെ വീട്. പിന്നെ അതേ അവളെ വിളിച്ച് അവളതേ പുറത്തേക്ക് ഇറങ്ങുന്ന വായും പൊത്തി വന്നിട്ട് ഭയങ്കര സർപ്രൈസ് ആണെന്നൊക്കെ പറയണം. പിന്നെ ഒരു മിഠായും കുറച്ച് ചിപ്സൊക്കെ എനിക്ക് കൊണ്ട് തന്നു. പിന്നെ അവളുടെ അമ്മ നമുക്ക് ഫ്രാഷൻ വീട്ടിന് ജ്യൂസും തന്നു. അത് കുടിച്ചൊരിക്കുമ്പോൾ അവളുടെ പണ്ടത്തെ ഫോട്ടോ കൊണ്ട് അവൾ വന്നേക്കണം. പിന്നെ കുറച്ച് നേരം നമ്മൾ അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് അവളെ കൊണ്ടിരുത്തി. പിന്നെ ഇതേ മേക്കപ്പും കഴിഞ്ഞ് സുന്ദരിയാക്കി വിട്ടു. പിന്നെ അവളുടെ അമ്മ ഉച്ചയ്ക്കുള്ള ഫുഡും തന്നു. ഇത് അവളുടെ വീട്ടിലെ ആട്. ഇതാണ് അപ്പു. അതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കുളിശീനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നോക്കുമ്പോൾ അവളെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കുളിശീനം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അതേ അവിടെ ഒരു വീട്ടിലെ ഒരു കുളീനം കണ്ട് നോക്കിയിരിക്കുന്നു. പിന്നെ കുറേ നേരം ഫോട്ടോ എടുത്ത് നിന്നു അങ്ങോട്ടും. അങ്ങനെ വൈകുന്നേരം അവളെ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ബസ്സും കയറി ചാലക്കുടി എത്തി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വീടിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ അവിടെ നിന്ന് നടക്കുന്ന സമയത്ത് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. പിന്നെ അങ്ങനെ വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് ചായ കുടിയായി. പിന്നെ ടി വിയിൽ നോക്കിയപ്പോൾ തട്ടത്തി മരത്ത് കുറേ നേരം അതും കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറേ ചക്കൻ വരി തിന്ന് റമ്മി കളിക്കാനൊന്നും അറിയാമല്ല. പിന്നെ എന്നാലും നമ്മൾ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചോറുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഓക്കെ ബൈ.